സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ട് 10 പേര് അപ്പുറത്തേക്ക് വെച്ചിരിക്കുന്നത് അതിന് ചെയ്യണ്ട. ഒരു സംരക്ഷണവും അതിന് സംരക്ഷണം ഉണ്ടാ. സ്വിമ്മിംഗ് പൂള് നിൽക്കുന്നത് 10 പേരുടെ അപ്പുറത്താണ്. അതിനെങ്ങനെ സംരക്ഷണം വരുമ്പോ അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നവരാണ്. ഇവിടെ നിന്നല്ല, പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്ന താഴെ നിന്നാണ്. പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്ന താഴെ നിന്നാണ്. നാട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറിന് എന്ത് ബെനിഫിറ്റ് ആണ്? തുടക്കം തൊട്ട് എടുത്തുവാ. തുടക്കം തൊട്ട് ആടക്കമില്ല, ആടക്കമില്ല. പാത്വേ തുടങ്ങുന്നത് അവിടെയാണ്. തുടക്കം തൊട്ടെടുത്തുവാ. ആ തുടക്കം തൊട്ടെടുത്തു വരൂ. ഇല്ല, കാണുമ്പോഴല്ല പാത്വേ തുടക്കം. അവിടെ തുടക്കം തൊട്ടെടുക്ക്. വ്യക്തിപരമായ വ്യക്തിവൈരാഗ്യം കൊണ്ട് ചില സ്ഥാപനങ്ങൾ മാത്രം എടുക്കാതെ തുടക്കം തൊട്ടെടുക്ക്. മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ബോർഡെടുത്ത എന്താണ് സംഭവിക്കുന്നത്? പാപനാശം നോർത്ത് ക്ലിഫിൽ നടപടികളുമായി വർക്കല നഗരസഭാ കൗൺസിലിന്റെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശപ്രകാരം ക്ലിഫ് നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും അനധികൃത നിർമ്മാണങ്ങളുമാണ് പൊളിച്ചു മാറ്റുന്നത്. കുന്നുകൾ അപകടാവസ്ഥയിലായതിന് പ്രധാന കാരണം പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങളാണ്. ടൂറിസം വലിയ തോതിൽ വികസിച്ചതോടെ അനധികൃത നിർമ്മാണങ്ങളും വർദ്ധിച്ചു. കുന്നിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ. വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്ന് അനധികൃതമായി കെട്ടിയവ ഉടമകൾ തന്നെ പൊളിച്ചുമാറ്റാൻ ധാരണയായി. ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നടപ്പാതയുടെ അപ്പുറത്തെ വശങ്ങളിൽ നിൽക്കുന്ന ബോർഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും എടുത്തു മാറ്റാനായിട്ട് ഒരു നോട്ടീസ് തന്നു. അത് പ്രകാരം പാവനാശം മുതലാണ് പാത്വേ തുടങ്ങുന്നത്. പാവനാശത്തു നിന്ന് തുടങ്ങാതെ ഹെലിപ്പാഡിൽ നിന്ന് ഇപ്പോൾ അവരെ ബോർഡുകൾ എടുത്തു മാറ്റുകയാണ്. അതിൻ്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ തന്നെ ഇപ്പം എടുത്തു മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു 2-3 പോസ്റ്റുകൾ ഒരു ബോർഡ് ഇരിക്കുന്നതിന് മുനിസിപ്പാലിറ്റി എടുക്കുന്നു. ഇതെന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതിനെടുക്കുന്നതെന്ന് പ്രദേശവാസികളായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സ്ഥാപനം നടത്തുന്നവരും ഇതെല്ലാം ഒരു ചെറിയൊരു ബോർഡാണ്. ആ ബോർഡിനപ്പുറത്ത് വലിയ ബിൽഡിങ്ങുകൾ വയ്ക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല. ചെറിയ സംവിധാനങ്ങൾ ചെയ്യുന്നവരുടെ എല്ലാം ഡിമോളിഷ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നു. ഓക്കെ, മുനിസിപ്പാലിറ്റിയായിട്ട് നമ്മൾ പൂർണ്ണമായി സഹകരിച്ച് നമ്മൾ തന്നെ അതിനെ എടുത്ത് മാറ്റുന്ന നടപടിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ളവയുടെ സഞ്ചാരം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. ടൂറിസം കേന്ദ്രീകരിച്ച് നിലവിൽ ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കരുത് എന്നും സഞ്ചാരികൾക്ക് മുറികൾ നൽകേണ്ടതില്ല എന്നും നഗരസഭ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഫുട്പാത്തിന് കഴിഞ്ഞുള്ള കടലിനോട് ചേർന്നിട്ടുള്ള എല്ലാ എടുപ്പുകളും ബോർഡുകളും നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളതും ആയതുപ്രകാരമുള്ള എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതുമായിരുന്നു. തുടക്കത്തിൽ ചില എതിർപ്പുകൾ റിസോർട്ട് ഉടമകളുടെ ഭാഗത്തു നിന്നും കച്ചവട സ്ഥാപന അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡുകളും ബാക്കിയുള്ള എടുപ്പുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ക്ലിഫ് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട്. ഈ 1.5 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഇടം സൈഡിൽ ഫുട്പാത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അത് പൂർത്തീകരിക്കും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുന്നുകൾ പൂർണ്ണമായും തകർച്ചയിലേക്ക് പോവുകയാണ്. കരുതൽ നടപടികൾ ശക്തമാക്കുമെന്നും ചെയർമാൻ KM ലാജി പറഞ്ഞു. ഭാരത് വിഷൻ, വർക്കല.